കൊച്ചിയെ നടുക്കിയ റിപ്പർ മോഡൽ കൊലപാതകങ്ങൾ 2009 മുതൽ 16 വരെ നടന്ന 9 അരുംകൊലകൾ പലരും മറക്കാനിടയില്ല. തേവര സ്വദേശി കുഞ്ഞുമോൻ സേവ്യറാണ് ഈ കേസിലെല്ലാം പോലീസ് കണ്ടെത്തിയ കൊലയാളി. പക്ഷെ 9 കേസുകളിലും സേവ്യർ കുറ്റക്കാരനല്ലെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. നേരത്തെ 8 കേസുകളിൽ കുറ്റവിമുക്തനായിരുന്നു. അതുകൂടാതെ സുഹൃത്തായ ഉണ്ണികൃഷ്ണനെ കൊലപ്പെടുത്തിയ കേസിൽ ഇയാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചതാണ്. എന്നാൽ ഇതിനെതിരെ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ശിക്ഷ റദ്ദാക്കിയത്. 9 കൊലക്കേസുകളിലും കുറ്റവിമുക്തനാക്കപ്പെട്ട കുഞ്ഞുമോൻ ഉടൻ ജയിൽ മോചിതനാകും. രാത്രി കടത്തിണ്ണകളിൽ ഉറങ്ങിക്കിടക്കുന്നവരെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയതിന്റെ പേരിലാണ് കുഞ്ഞുമോൻ സേവ്യറിനെതിരെ കൊലക്കുറ്റം ചുമത്തിയിരുന്നത്. സുഹൃത്ത് ഉണ്ണികൃഷ്ണനെ കൊലപ്പെടുത്തിയ കേസൊഴികെ മറ്റെല്ലാ കേസുകളിലും വിചാരണ കോടതികൾ ഇയാളെ വെറുതെ വിട്ടിരുന്നു. കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നായിരുന്നു കോടതി പറഞ്ഞിരുന്നത്. നേരത്തെ സുഹൃത്തായിരുന്ന ഉണ്ണികൃഷ്ണനെ കൊലപ്പെടുത്തിയ കേസിൽ കുഞ്ഞുമോന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഇതിനെതിരെ നൽകിയ അപ്പീലിൽ ശിക്ഷ റദ്ദാക്കിയാണ് കുഞ്ഞുമോനെ ഹൈക്കോടതി വെറുതെ വിട്ടത്. 9 കൊലക്കേസുകളിൽ പോലീസ് പ്രതിയാക്കിയതോടെ കഴിഞ്ഞ 7 വർഷമായി ഇയാൾ ജയിലിലാണ്. 2016 മാർച്ച് 7-ന് എറണാകുളം നോർത്ത് സ്റ്റേഷൻ പരിധിയിൽ താമസിച്ചിരുന്ന നെഞ്ചുണ്ണി എന്ന ഉണ്ണികൃഷ്ണനെ കൊലപ്പെടുത്തിയ കേസിലാണ് സേവ്യർ ആദ്യം അറസ്റ്റിലായത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 2009 ഓഗസ്റ്റ് 27-ന് ബ്രോഡ്വേക്ക് സമീപം സന്താനം, 2009 നവംബർ 9-ന് ബേസിൽ റോഡിൽ തകര, 2014 ജനുവരി 17-ന് കലൂരിൽ പരമേശ്വരൻ, 2015 ഒക്ടോബർ 17-ന് നോർത്ത് റെയിൽവേ മേൽപ്പാലത്തിനടിയിൽ സെൽവം, 2007-ൽ തൃക്കാക്കരയിൽ വയോധികൻ, 2008-ൽ കളക്ടറേറ്റിന് സമീപം ചായക്കടയ്ക്ക് മുന്നിൽ ഉറങ്ങിക്കിടന്ന യുവാവ്, 2008-ൽ ഇടപ്പള്ളി പഴയ റെയിൽവേ ഗേറ്റിന് സമീപം അബ്ദുൽ ഖാദർ, 2008-ൽ തന്നെ വരാപ്പുഴ ചെറിയ പള്ളിക്ക് സമീപം പ്രതാപചന്ദ്രൻ എന്നിവരെ കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസുകൾ. ഉണ്ണികൃഷ്ണനെ കൊലപ്പെടുത്തിയ കേസൊഴികെ മറ്റെല്ലാ കേസുകളിലും വിചാരണ കോടതികൾ കുഞ്ഞുമോനെ വെറുതെ വിട്ടു. ഇയാൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ ഫലപ്രദമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് വിലയിരുത്തിയാണ് കോടതികൾ വിധി പറഞ്ഞത്. ഒരു കൊലപാതക കേസിൽ കുഞ്ഞുമോനെ കുറ്റവിമുക്തനാക്കിയ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ കേസിൽ റഷീദ് എന്നൊരാളെയാണ് ആദ്യം പ്രതി ചേർത്തിരുന്നത്. പിന്നീട് അയാളെ മാറ്റി കുഞ്ഞുമോനെ പോലീസ് പ്രതിയാക്കി. ഈ നടപടിയെ വിമർശിച്ച വിചാരണ കോടതി കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി വേണമെന്നും അഭിപ്രായപ്പെട്ടിരുന്നു. ഏറ്റവും ഒടുവിലാണ് സുഹൃത്തായ ഉണ്ണികൃഷ്ണനെ കൊലപ്പെടുത്തിയ കേസിലും കുഞ്ഞുമോൻ സേവ്യർ കുറ്റവിമുക്തനായി പുറത്തിറങ്ങുന്നത്. ന്യൂസ് 18 കൊച്ചി.